ഗയ്സ്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതിനായി കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഗ്രാമ്പും കറുവപ്പട്ടയും 3 ഏലക്കായും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അതിൽ ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ അതിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം അതിൽ 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി മിക്സ് ചെയ്ത് അതിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് അതിൽ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. അതിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പകരം തേങ്ങാപ്പാലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാലാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. ഇത് നമ്മൾ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 8 വിസിലാണ് വേണ്ടത്. അപ്പോഴേക്കും എൻ്റെ ബീഫ് റെഡിയാവും. നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൻ്റെ വേവിനനുസരിച്ച് വിസിൽ വയ്ക്കാം. ഇവിടെ നമ്മുടെ ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. നല്ല കളറായിട്ടുള്ള അടിപൊളി ബീഫ് കറിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.